വാഹന മോഡിഫിക്കേഷൻ വാഗ്ദാനങ്ങളിൽ മലക്കം മറിഞ്ഞ് സംസ്ഥാന സർക്കാർ. വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ നിയമാവലി ബാധകമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോൺ നിയമസഭയിൽ. അപകടകരമായ ലൈറ്റും ശബ്ദവും പുറത്തേക്ക് വരുന്നവ അനുവദിക്കാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ചോദ്യോത്തരവേളയിലായിരുന്നു ഗതാഗത മന്ത്രിയുടെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ UDF വലിയ തോതിൽ പ്രചരിപ്പിച്ച വിഷയങ്ങളിലൊന്ന് ജൻസി വിഭാഗത്തിന് യഥേഷ്ടം വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാൻ അനുമതി നൽകുമെന്നായിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ട് പല വേദികളിലും ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അപകടകരമായ രീതിയിൽ വെക്കാൻ സമ്മതിക്കില്ല. അല്ലാതെ നടത്തുന്ന മോഡിഫിക്കേഷൻ നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹമല്ലേ, അവരത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ, അത് കൊണ്ടു നടക്കട്ടെ, അതിനെന്താ തെറ്റ്? എന്നാൽ അധികാരത്തിലേറിയതിന് പിന്നാലെ ഓന്തിനേക്കാൾ വേഗത്തിലായിരുന്നു UDF നേതാക്കളുടെ നിറം മാറ്റം. നിയമസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോൺ ഇന്ന് ആധികാരികമായി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. വാഹനങ്ങളുടെ മോഡിഫിക്കേഷന് കേന്ദ്ര സർക്കാരിന്റെ നിയമാവലി ബാധകമെന്നായിരുന്നു സജി ചെറിയാൻ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മന്ത്രിയുടെ മറുപടി. മോഡിഫിക്കേഷനുകൾ അനുവദിക്കുന്ന കാര്യത്തിലും നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള നിയമാവലികൾ നമുക്ക് ബാധകമാണ് എങ്കിൽ പോലും അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ, അതിൽ പ്രത്യേകിച്ച് അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ കളർ കോഡിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ അപകടകരമല്ലാത്ത ഫിറ്റിങ്സ് വയ്ക്കുന്ന കാര്യത്തിൽ, വാഹനത്തിൻ്റെ പുറത്തേക്ക് തുറച്ചു നിൽക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പിടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെയുള്ള മോഡിഫിക്കേഷൻസിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വാഗ്ദാനം നൽകിയ പല കാര്യങ്ങളിൽ നിന്നും അധികാരത്തിലേറിയതിന് പിന്നാലെ UDF മലക്കം മറിയുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ വിഷയത്തിലെ ജൻസി വിഭാഗത്തെ വഞ്ചിക്കുന്ന സർക്കാരിന്റെ പുതിയ നിലപാട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.